കേരളം ഗതാഗത രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ റോഡ് ഗതാഗതത്തിന്റെ ശരാശരി വേഗം 40%, റെയിൽവേ ശരാശരി വേഗം 30% കുറവാണ്. ഇതിനുള്ള പരിഹാര മാർഗങ്ങളിൽ പ്രധാനമാണ് സിൽവർ ലൈൻ. ജനയുഗം സ്പെഷ്യൽ സ്റ്റോറി. സുരക്ഷിതവും കൂടുതൽ സൗകര്യപ്രദവും വേഗത കൂടിയതുമായ ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള യാത്രാ സംവിധാനങ്ങൾ ആധുനിക കാലത്തെ സൗകര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ അപര്യാപ്തമാണ്. ഉയർന്ന വാഹന സാന്ദ്രത, വളവുകളുടെ ആധിക്യം, ഭൂപ്രകൃതി കാരണമുള്ള നിരന്തരമായ കയറ്റിറക്കങ്ങൾ എന്നിവയെല്ലാം റോഡ് ഗതാഗതത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നു. വാഹനാപകടങ്ങളുടെ നിരക്കും കേരളത്തിൽ കൂടുതലാണ്. ഈ അവസ്ഥയിൽ പരിസ്ഥിതി സൗഹാർദ്ദവും ഊർജ്ജക്ഷമതയും കൈമുതലായ സുസ്ഥിരമായ യാത്രാ സംവിധാനവും ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ റോഡ് ഗതാഗതത്തിന്റെ ശരാശരി വേഗം 40%, റെയിൽ ഗതാഗതത്തിന്റെ ശരാശരി വേഗം 30% കുറവാണ്. ഗതാഗതം സുഗമമാക്കുന്നതിൽ പ്രാധാന്യമർഹിക്കുന്നതാണ് സിൽവർ ലൈൻ പദ്ധതി. നിലവിൽ തിരുവനന്തപുരം കാസർഗോഡ് യാത്രയ്ക്ക് റോഡ് മാർഗമായാലും റെയിൽ മാർഗമായാലും 12 മുതൽ 13 മണിക്കൂർ വരെ വേണം. ആ യാത്രാ സമയം 4 മണിക്കൂർ മാത്രമായി കുറയ്ക്കാൻ സിൽവർ ലൈൻ പദ്ധതിക്ക് കഴിയുമെന്നതാണ് പ്രധാനം. 2050 കേരളത്തെ കാർബൺ ബഹിർഗമനം കുറഞ്ഞ സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് വർദ്ധിച്ച അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന റോഡ് ഗതാഗതത്തിൽ നിന്ന് റെയിൽ ഗതാഗതത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനുള്ള ശ്രമമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. റെയിൽവേ മന്ത്രാലയവുമായും വിദഗ്ധരുമായും ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഉതകുന്ന പദ്ധതിയായി സിൽവർ ലൈനിനെ തെരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിൽ 3ാമത്തെയും 4ാമത്തെയും റെയിൽവേ ലൈനുകൾ പണിതുകൊണ്ട് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലുള്ള യാത്ര ഒരുക്കുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ. പദ്ധതിക്ക് കണക്കാക്കുന്ന ആകെ ചെലവ് 63,941 കോടി രൂപയാണ്. ജൈക്ക, ADB, IIB, KFW എന്നിവയിൽ നിന്ന് ബാഹ്യസഹായമായ 33,700 കോടി രൂപ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിനു കീഴിലുള്ള സാമ്പത്തിക കാര്യ വകുപ്പാണ് മുന്നോട്ട് നീക്കുന്നത്. ജൈക്കയുടെ റോളിംഗ് പ്ലാനിൽ കേന്ദ്ര സർക്കാർ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഹരിയായി റെയിൽവേയിൽ നിന്ന് 3,125 കോടി രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് 3,253 കോടി രൂപയും പൊതുജനങ്ങളിൽ നിന്ന് 4,252 കോടി രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട 13,362 കോടി രൂപ ഹെഡ്കോ, കിഫ്ബി, സംസ്ഥാന സർക്കാർ എന്നിവയാണ് വഹിക്കുക. വിദേശത്തു നിന്ന് കടമായി ലഭിക്കേണ്ട 33,700 കോടി രൂപയുമായി ബന്ധപ്പെട്ട അപേക്ഷ സാമ്പത്തിക കാര്യ വകുപ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ആ അപേക്ഷയിന്മേൽ നീതി ആയോഗ്, ധനവകുപ്പ്, റെയിൽവേ മന്ത്രാലയം എന്നിവ ശുപാർശ നടത്തിയിട്ടുണ്ട്. 2018 തന്നെ ഇത് ജൈക്കയുടെ ഒഫീഷ്യൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് അഥവാ ODA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ മുഴുവൻ ചെലവായ 13,700 കോടി രൂപയും വിദേശ കടം തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബാധ്യതയും ഉണ്ടെങ്കിൽ അതും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ചെലവ് ഉൾപ്പെടെ പദ്ധതിയുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 13.55%. അതുകൊണ്ട് തന്നെ റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണ പ്രകാരം ഈ പദ്ധതി അതിജീവന ക്ഷമതയുള്ളതും വിജയകരമായി നടപ്പാക്കാനാവുന്നതുമാണ്. 2020 സെപ്റ്റംബർ 22 കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അയച്ച കത്തിൽ പറയുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കാനുള്ള ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ അഥവാ തത്വത്തിലുള്ള അംഗീകാരം 17/12/2019 കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ അറിയിച്ചിട്ടുണ്ട്. അനുമതിക്കായി KRDCL സമർപ്പിച്ചിട്ടുള്ള DPR റെയിൽവേ ബോർഡിന്റെ പരിശോധനയിലാണ്. DPRുമായി ബന്ധപ്പെട്ട് ബോർഡ് ആവശ്യപ്പെട്ട വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. 2021 ജനുവരി 15 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിൽ പദ്ധതിക്ക് ധനലഭ്യത ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പാക്കേജുകൾ അന്തിമ രൂപം നൽകുന്നതിന് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ ഏജൻസിക്കും സംസ്ഥാന സർക്കാരിനും ജൈക്കയുമായി ബന്ധപ്പെടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ പാരിസ്ഥിതിക ആശങ്കകളെയും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പാക്കുന്നത്.
ആകെയുള്ള 530.45 കിലോമീറ്ററിൽ 88.4 കിലോമീറ്റർ വയഡക്റ്റും അഥവാ ഭൂതലത്തിൽ നിന്നും ഉയർത്തിയ ദീർഘപാലങ്ങളും 13 കിലോമീറ്റർ പാലവും 11.5 കിലോമീറ്റർ തുരങ്കവും ആണ്. പരിസ്ഥിതി സംരക്ഷിക്കാനാണ് പാത ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കൂടി സിൽവർ ലൈൻ കടന്നു പോകുന്നില്ല. ഹൈഡ്രോളജിക്കൽ സർവേകളുടെ അടിസ്ഥാനത്തിൽ ജലാശയങ്ങളുടെ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ഓവുചാലുകളും പാസേജുകളും ഒരുക്കും. DPR തയ്യാറാക്കിയ ഘട്ടത്തിൽ തന്നെ ദ്രുത പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിരുന്നു. ശബ്ദം, പ്രകമ്പനം എന്നിവയുൾപ്പെടെ വിശകലനം ചെയ്യുന്ന വിശദമായ പദ്ധതി ആഘാത പഠനം 1 വർഷത്തിനുള്ളിൽ നടത്തുകയും ചെയ്യും. റോഡ് നിർമ്മാണത്തിന് വേണ്ടി വരുന്നതിൽ കുറവ് സാമഗ്രികൾ മാത്രമേ ഈ പദ്ധതിക്ക് വേണ്ടി വരികയുള്ളൂ. അടുത്ത 50 വർഷത്തേക്കുള്ള ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. റോഡുകളായാൽ അവ അടിക്കടി നവീകരിക്കേണ്ടി വരും, വിപുലീകരിക്കേണ്ടി വരും. കേരളയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും ഉറപ്പുവരുത്തുന്നുണ്ട്. 100% ഹരിതോർജ്ജം ഉപയോഗപ്പെടുത്തുന്ന സംവിധാനമാണ് സിൽവർ ലൈൻ. ആരംഭ വർഷത്തിൽ തന്നെ 530 കോടി രൂപയുടെ ഇന്ധനം ലാഭിക്കാനും ഇത് സഹായിക്കും. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ഇപ്പോഴുള്ള എല്ലാ റോഡുകളിലും ഓവർ ബ്രിഡ്ജുകളോ അണ്ടർ ബ്രിഡ്ജുകളോ സബ്വേകളോ പണിയും. ഇതിനു പുറമെ പ്രദേശവാസികളുടെ സൗകര്യാർത്ഥം ഓരോ 500 മീറ്ററിലും ഇടനാഴികൾ ഒരുക്കും. സിൽവർ ലൈൻ റോൾ ഓൺ റോൾ ഓഫ് സർവീസ് ഉപയോഗിച്ച് ഓരോ ദിവസവും 480 ട്രക്കുകൾ കൊണ്ടുപോകാൻ സാധിക്കും. സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനായി തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിലുള്ള 540 കിലോമീറ്റർ നീളത്തിലും 3ാമത്തെയും 4ാമത്തെയും ലൈനുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ തത്വത്തിൽ അംഗീകാരം അഥവാ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകി 2019 ഡിസംബർ 17 റെയിൽവേ മന്ത്രാലയം കത്തയച്ചിരുന്നു. എത്രത്തോളം റെയിൽവേ ഭൂമി പദ്ധതിക്കായി വേണ്ടിവരും എന്നത് തിട്ടപ്പെടുത്താനുള്ള ജോയിന്റ് സർവേ പുരോഗമിക്കുകയാണ്. 2021 ജനുവരി 15 കേന്ദ്ര ധനമന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനം നടക്കുന്നത്. 9394 കെട്ടിടങ്ങളാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരിക. അതിന്റെ ഉടമസ്ഥർക്ക് മികച്ച നഷ്ടപരിഹാരവും പുനരധിവാസവും വേഗത്തിൽ തന്നെ ലഭ്യമാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് സാമൂഹിക ആഘാത പഠനം നടത്താൻ വേണ്ടിയുള്ള സർവേയാണ്. ആരുടെയൊക്കെ ഭൂമിയും വീടും നഷ്ടപ്പെടും എന്നത് കണ്ടെത്താനാണിത്. DPR തയ്യാറാക്കുന്നതിന് മുന്നോടിയായി നിരവധി സർവേകളും പഠനങ്ങളും നടത്തിയിരുന്നു. ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ലിഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടപ്പാക്കിയ ടോപ്പോഗ്രാഫിക് സർവേ, ട്രാഫിക് സർവേ, ദ്രുത പാരിസ്ഥിതിക ആഘാത പഠനം, KSRECയിൽ നിന്നും ഭൂസ്വത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്ന വളരെ വിപുലമായ പഠനങ്ങൾ നടന്നു. അലൈൻമെന്റ് കണ്ടെത്താൻ വേണ്ടിയാണ് ലിഡാർ സർവേ. അതുവഴി ഈ അലൈൻമെന്റിലൂടെ കടന്നു പോകുന്ന ഭൂമിയും കെട്ടിടങ്ങളും കണ്ടെത്തി. എന്നാൽ ഈ ഭൂമിയും കെട്ടിടങ്ങളും ആരുടേതാണെന്ന് കണ്ടെത്താൻ ലിഡാർ സർവേ വഴി കഴിയില്ല. അതിന് സാമൂഹിക ആഘാത പഠനം നടത്തണം. അത് നടത്താൻ വേണ്ടിയുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരിക്കലും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള സർവേയല്ല. വരുമാനത്തിന്റെ 95% ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കാറ്ററിംഗ് ലൈസൻസ് ഫീ, കിയോസ്കുകളുടെ വാടക, ടൂറിസ്റ്റ് ട്രെയിനുകളുടെ ലീസ് ചാർജുകൾ, മറ്റു നികുതികളിൽ നിന്നും തീരുവകളിൽ നിന്നും ഈടാക്കുന്ന ലെവികൾ തുടങ്ങിയവയിൽ നിന്നും 3%, മറ്റ് അനുബന്ധ വികസനങ്ങളിൽ നിന്നും 2% വരുമാനം പ്രതീക്ഷിക്കുന്നു. ട്രാഫിക് സർവേ പ്രകാരം കേരളത്തിൽ ഒരു ദിവസം 150 കിലോമീറ്ററിലും അധികം ദൂരം യാത്ര ചെയ്യുന്നത് 1,58,271 കാർ, ടാക്സി യാത്രികരും 88,442 ബസ് യാത്രക്കാരും 91,975 റെയിൽ യാത്രികരുമാണ്. സിൽവർ ലൈൻ പ്രതീക്ഷിച്ചതുപോലെ പൂർത്തിയായാൽ 2025-26 വർഷത്തിൽ ഒരു ദിവസം 79,934 മുതൽ 1,14,764 വരെ യാത്രകൾക്കായി അത് ഉപയോഗിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 2029-30 വർഷമാകുമ്പോഴേക്കും അത് 94,672 മുതൽ 1,39,164 വരെ ആയി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 48,000 ആളുകൾ സിൽവർ ലൈനിലേക്ക് മാറുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. റോഡ് യാത്രികരിൽ നിന്ന് ഒരു വലിയ വിഭാഗം സിൽവർ ലൈൻ ഉപയോഗിക്കുന്നതോടെ വാഹനങ്ങളുടെ ഉപയോഗം കുറയുകയും കാർബൺ ബഹിർഗമനം കുറയുകയും ചെയ്യുന്നു. കാർബൺ ഫുട് പ്രിന്റിൽ 2025 ആകുമ്പോൾ 2.88 ലക്ഷം ടണ്ണും 2052 ആകുമ്പോഴേക്കും 5.95 ലക്ഷം ടണ്ണും കുറവുണ്ടാകാൻ ഈ പദ്ധതി സഹായകമാകും. നാഷണൽ ഹൈവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ
കുറഞ്ഞ അളവ് ഭൂമിയും പ്രകൃതി വിഭവങ്ങളും മാത്രമാണ് സിൽവർ ലൈൻ നിർമ്മിക്കാൻ ആവശ്യമായി വരുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ 50,000 തൊഴിലവസരങ്ങളും പ്രവർത്തനം ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ 11,000 തൊഴിലവസരങ്ങളും പ്രത്യക്ഷത്തിൽ സൃഷ്ടിക്കാൻ സിൽവർ ലൈൻ പദ്ധതിയിലൂടെ സാധിക്കും. ലക്ഷക്കണക്കിന് തൊഴിലുകൾ പരോക്ഷമായി സൃഷ്ടിക്കപ്പെടും. ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനായുള്ള നിർദ്ദേശം ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് 2009-10 കേരള ബജറ്റിലായിരുന്നു. ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ DMRCയെ നിയോഗിക്കുകയും 2012 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. DPR 2016 ജൂണിലാണ് സമർപ്പിച്ചത്. തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള സബർബൻ റെയിലിനായുള്ള DPR തയ്യാറാക്കാൻ മുംബൈ റെയിൽ വികാസ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തുകയും അവർ തയ്യാറാക്കിയ DPR കേരള സർക്കാർ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തു. റെയിൽവേ മന്ത്രാലയം 2017 ഈ നിർദ്ദേശം തിരസ്കരിച്ചു. ഇന്റർസിറ്റി യാത്രയ്ക്കായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കുന്നത് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്ന ആശയത്തിൻ്റെ ഉത്ഭവം അവിടെയാണ്. UDF കാലത്ത് മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ പ്രായോഗികമല്ല. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ല. കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കമ്പനി എന്ന KRail കമ്പനി രൂപീകരിക്കാൻ കേരള സർക്കാരും റെയിൽവേ മന്ത്രാലയവും തമ്മിലുള്ള MOU ഒപ്പിടുന്നത് 2016 ജനുവരി 1-നാണ്. കമ്പനി രജിസ്റ്റർ ചെയ്തത് 2017 ജനുവരി 3-നാണ്. 2017 ഒക്ടോബർ 27-നാണ് അന്നത്തെ റെയിൽവേ ബോർഡ് ചെയർമാൻ അശ്വിനി ലൊഹാനിയും ദക്ഷിണ റെയിൽവേ ICF ജനറൽ മാനേജർ സുധാൻശു മണിയും തിരുവനന്തപുരത്ത് വന്ന് കണ്ടത്. തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിൽ 3ഉം 4ഉം റെയിൽവേ പാതകൾ ഇടാനുള്ള തീരുമാനം ഉണ്ടായത് അന്നാണ്. 30/12/2017 ഒരു പ്രീ ഫീസിബിലിറ്റി റിപ്പോർട്ട് KRail കമ്പനി റെയിൽവേ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും അതിൽ വിശദമായ പഠനം നടത്തി സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരളത്തോട് റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം റിപ്പോർട്ട് അല്ലെങ്കിൽ DPR നടത്തുന്നതിനുള്ള ജനറൽ കൺസൾട്ടൻ്റായി ഗതാഗത മേഖലയിലെ കൺസൾട്ടൻ്റായ സിസ്ട്രയെ നിയമിച്ചു. സെമി ഹൈസ്പീഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രായോഗിക റിപ്പോർട്ടുകൾ റെയിൽവേ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും 17/12/2019 റെയിൽവേ മന്ത്രാലയം നിക്ഷേപ മുന്നൊരുക്കത്തിനുള്ള പ്രവൃത്തികൾ ആരംഭിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകുകയും ചെയ്തതാണ്. 17/6/2020 സിസ്ട്ര തയ്യാറാക്കിയ DPR കേരള സർക്കാർ അംഗീകരിക്കുകയും കേന്ദ്ര റെയിൽ മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതി ദേശീയ റെയിൽ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 2021 കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ ദേശീയ റെയിൽ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയെന്നും 2030 പദ്ധതി പൂർത്തീകരിക്കുമെന്നും പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നാടിന്റെ വികസനവും പുനരധിവാസവും ഉറപ്പുവരുത്തിക്കൊണ്ട് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുകയെന്നതാണ് സർക്കാർ നിലപാട്. ഓരോ തവണയും റെയിൽവേ വികസനങ്ങളിൽ അയൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് മുന്നിൽ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്ന സംസ്ഥാനമെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ വികസന നയത്തിൽ കേരളത്തിനെ തഴയുന്ന നടപടികൾക്കുള്ള പരിഹാരമെന്ന നിലയിലും കേരളത്തിന്റെ സിൽവർ ലൈൻ മാതൃക തീർക്കും.